Hello friends, welcome to my YouTube channel Common Kitchen. ഇന്ന് നമുക്ക് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ബിസ്ക്കറ്റ് തയ്യാറാക്കിയല്ലോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും ബ്രേക്കിന് കൊടുത്തയക്കാം. ഈ വൈകുന്നേരങ്ങളിൽ വരുമ്പോഴും അവർക്ക് കഴിക്കാനും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഒരു ബിസ്ക്കറ്റാണിത്. ഇത് മൈദാമാവിലും തയ്യാറാക്കാം. നമ്മളിവിടെ അരിപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റും എളുപ്പം ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. നമ്മളിവിടെ അരിപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു അരക്കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. കുറച്ച് വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര 1/4 കിലോ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം. 1/4 കിലോ ചേർത്താലും മതിയാവും. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് നല്ലൊന്ന് പതപ്പിച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ച് നമുക്ക് നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. നല്ലൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർക്കണം. അപ്പം നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. നല്ലപോലെ പതപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു 2 സ്പൂൺ ബട്ടർ ഉരുക്കിയത് ചേർക്കാം. സൺഫ്ലവർ ഓയിലോ ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. നമുക്കിനി അരിപ്പൊടിയും ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ചേർത്ത് നമ്മളൊന്ന് അരിച്ചാണ് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇത് മിക്സിയിലൊന്നും ചേർത്തടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ തന്നെ പതപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ലപോലെ പതച്ച് എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മാവ് നമുക്ക് ഒരു കവറിലോട്ട് മാറ്റാം. അങ്ങനെ കവറിൽ മാറ്റുമ്പോൾ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് മാറ്റുവാണെങ്കിൽ നമുക്കത് നല്ലപോലെ തന്നെ കവറിൽ നിറഞ്ഞ് കിട്ടും. കപ്പോ ഒരു ഗ്ലാസ്സിലോ വെച്ചിട്ട് നമുക്ക് നിറച്ചെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോൾ നേരിട്ട് വെക്കാൻ പാടില്ല. അടിയിലൊരു പഴയ എന്തെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ ഈ പാൻ വെക്കേണ്ടത്. അപ്പം ആദ്യം കുറച്ച് ഒരു 5 മിനിറ്റ് നല്ലപോലെ നമ്മുടെ അടിയിലിരിക്കുന്ന ദോശക്കല്ല് ചൂടായതിന് ശേഷം നമ്മളിത് വെച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ കവറിങ്ങനെ ഒന്ന് പതുക്കെ ഞെക്കി നമുക്കിങ്ങനെ ഡ്രോപ്പായിട്ട് ചെയ്തിട്ട് എല്ലാം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വലുതായിട്ട് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് വലിയ ബിസ്ക്കറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത തവണ കാണിക്കാം. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ചെറിയ ബിസ്ക്കറ്റ് കൊടുത്തയച്ചാൽ അത് വളരെ സന്തോഷമായിരിക്കും. നമുക്ക് ബ്രേക്കിനൊക്കെ കൊടുത്തയക്കാം. ഇത് വൈകുന്നേരം കഴിക്കാനും വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് പറക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികളായതുകൊണ്ട് നമ്മളിത് മൈദാമാവിലല്ല ചെയ്യുന്നത്. നമ്മളിത് അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് ഇത് ചെയ്യാൻ പാടില്ല. നമുക്കെല്ലാം ഇങ്ങനെ താഴെ വെച്ച് അടുപ്പിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെയെല്ലാം ഡ്രോപ്പായിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടായിട്ടിരിക്കുന്ന അടുപ്പിൽ വെച്ചാൽ മതിയാകും. നമുക്ക് നല്ല സിമ്മിൽ വെച്ചിട്ട് നല്ലൊരു അടപ്പടച്ച് സിമ്മിൽ വെച്ച് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഒരു 10-12 മിനിറ്റ് ആകും. അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് പെട്ടെന്ന് ചെറുതായതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും. അങ്ങനെ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരും. നമുക്കങ്ങനെ ബാക്കിയും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. പ്രായമാർക്കും ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കൾക്കോ ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. Thank you.